ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 89 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ശത്രുകർശനായിരിക്കുന്ന ദാശരഥി അമ്പ് തൊടുത്ത് കോപിച്ച പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് രാക്ഷസേന്ദ്രന് നേർക്ക് എയ്തു വിട്ടു. തതശ്ചരം ദാശരഥി സന്ധായാമിത്രകർശന സർജ രാക്ഷസേന്ദ്രായ കൃത്വസർപ്പൈവ ശ്വസൻ. തുടർന്ന് രാവണപുത്രൻ അവന്റെ ഞാണല്ലിയുടെ മുഴക്കം കേട്ട് വിവർണപതനായി ലക്ഷ്മണനെ നോക്കി. തം വിവർണമുഖം ദൃഷ്ട്വാ രാക്ഷസം രാവണാത്മജം. രാവണപുത്രനായ രാക്ഷസന്റെ മുഖം മങ്ങിയത് കണ്ട വിഭീഷണൻ സൗമിത്രയും യുദ്ധസംയുക്തം പ്രത്യുവാച. വിഭീഷണ രണോത്സുകനായിരിക്കുന്ന സൗമിത്രയോട് പറയുകയുണ്ടായി, നിമിത്താന്യനുപശ്യാമേയാന്യസ്മിൻ രാവണാത്മജേ. ഈ രാവണപുത്രനിൽ ഞാൻ നിമിത്തങ്ങൾ കാണുന്നു. ത്വരതേന മഹാബാഹോ ഭക്തയേഷമ സംശയ. അല്ലെ മഹാബാഹു, അതുകൊണ്ട് ഇവൻ നശിച്ചത് തന്നെ സംശയമില്ല. അപ്പോൾ സൗമിത്രി തീഷ്ണങ്ങളും ദിജ്വാലയ്ക്കൊത്തതുമായ അമ്പുകൾ തൊടുത്ത് കൊടും വിഷമുള്ള സർപ്പങ്ങളെ എന്ന പോലെ അവന്റെ നേർക്ക് എയ്തു. ഇന്ദ്രാശനി സമങ്ങളായിരിക്കുന്ന ലക്ഷ്മണാസ്ത്രങ്ങൾ ഏറ്റുകൊണ്ട് ശക്രാശനി സമസ്പർശി ലക്ഷ്മണേനാഹതൈശ്വരൈ. ലക്ഷ്മണാസ്ത്രങ്ങൾ ഏറ്റുകൊണ്ട് ഇന്ദ്രജിത്ത് സർവേന്ദ്രിയങ്ങളും ക്ഷോഭിച്ച് തെല്ലുനേരം ബോധമറ്റുകൊണ്ട് നിന്നു. വീരനായ അവൻ തെല്ലുനേരത്തിനുള്ളിൽ ബോധം വീണ്ടെടുത്ത് ഇന്ദ്രിയ സ്വാസ്ഥ്യം നേടിയപ്പോൾ വീരനായ ദാശരഥി നിൽക്കുന്നതായിട്ട് കണ്ടു. കോപത്താൽ കലങ്ങിയ കണ്ണുകളോടെ രോഷാൽ സംരക്തലോചന, കോപത്താൽ കലങ്ങിയ കണ്ണുകളോടെ സൗമിത്രിയുടെ നേർക്ക് ചെന്ന് വീണ്ടും അടുത്ത് എന്ന് പരുഷമായിരിക്കുന്ന വാക്കുകൾ പറയുകയുണ്ടായി. പണ്ടത്തെ പോരിലുള്ള എൻ്റെ പരാക്രമം നീ ഓർക്കുന്നില്ലേ? നീ ജ്യേഷ്ഠനോടൊപ്പം ബന്ധിക്കപ്പെട്ട് നിലത്ത് വീണ് ഉരുണ്ടില്ലേ? യുവാങ്കലും അയായുദ്ധേ ശക്രാശന സമേശ്വരേ. പോരിൽ നിങ്ങൾ ഇരുവരെയും ശക്രാശന് തുല്യങ്ങളായിരിക്കുന്ന ശരങ്ങൾ കൊണ്ട് പരിവാരസമേതം മുൻപ് ബോധം കെടുത്തി നിലത്ത് വീഴ്ത്തി. നീ അതെല്ലാം മറന്നുപോയിരിക്കാം. എന്നോട് എതിരിടാനായിട്ട് ഒരുമ്പിടുന്നത് കൊണ്ട് നീ കാലപുരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിശ്ചയമാണ്. ആദ്യത്തെ പോരില് നീ എൻ്റെ പരാക്രമം വേണ്ട പോലെ കണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് ഞാനത് കാണിച്ചു തരാം, ഉറച്ചു നിന്ന് കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ രാവണി ഇത്യുക്ത സപ്തബിർബാണേരഭിവിവ്യാത ലക്ഷ്മണം. രാവണപുത്രൻ 7 അമ്പുകൾ കൊണ്ട് ലക്ഷ്മണനെയും കൂർത്തുമൂർത്ത 10 ഉത്തമസ്വരങ്ങൾ കൊണ്ട് ഹനുമാനെയും എയ്തു. പിന്നീട് വീര്യവാനായ അവൻ കോപത്താൽ ഇരട്ടിവാസിയോടെ 100 അമ്പുകൾ നന്നായി പ്രയോഗിച്ച് വിഭീഷണനെയും കീറിമുറിച്ചു. രാമാനുജൻ അപ്പോൾ ഇന്ദ്രജിത്ത് ചെയ്ത ആ കർമ്മം കണ്ട് കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് ഇത് സാരമില്ല എന്ന് പറയുകയുണ്ടായി. മുമോചാസ ശരാൻ ഘോരാൻ സംഗൃഹ്യ നരപുങ്കവ. നരപുങ്കവനും കൃത്യനുമായ ലക്ഷ്മണൻ അഭീതവദനായി രണത്തില് ആ രാവണപുത്രനെ ലക്ഷ്യമാക്കി ഘോര ശരങ്ങള് തൊടുത്തുവിട്ടു. നിശാചര, പോരാടുന്ന ശൂരന്മാരിങ്ങനെ പ്രഹരിക്കാറില്ല. നിന്റെ ഈ ശരങ്ങളെല്ലാം നിസാരങ്ങളും അല്പവീര്യങ്ങളും എനിക്ക് സുഖകരങ്ങളുമാണ്. ജയകാംക്ഷികളായ ശൂരന്മാര് പോരിൽ ഇങ്ങനെ പൊരുതാറില്ല. ഇങ്ങനെയൊക്കെ അവനോട് പറഞ്ഞുകൊണ്ട് ശരമാരി ചുരിയാനൊക്കെ ആയിട്ട് തുടങ്ങി. അവന്റെ അമ്പുകളേറ്റ് കീറിയ കാഞ്ചനഭൂഷിതമായ കവചം ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ എന്ന പോലെ ചേർത്തട്ടിൽ ചിതറി വീണു. വീരനായ ഇന്ദ്രജിത്ത് പോരില് നാരാജങ്ങളാൽ ചട്ടപൊട്ടി മുറിവുകളേറ്റ് പർവ്വതത്തെ പോലെ നിശ്ചലനായിട്ട് കാണപ്പെട്ടു. അതിനുശേഷം ഉഗ്രപരാക്രമയായ ഇന്ദ്രജിത്ത് അത്യന്തം ക്രുദ്ധനായ 1000 അമ്പുകൾ കൊണ്ട് വീരനായ ലക്ഷ്മണനെ പോരിൽ പിളർന്നു. ലക്ഷ്മണന്റെ മഹത്തായ ദിവ്യ കവചവും തകർന്നുപോയി. അന്യോന്യം പകരത്തിന് പകരം ചെയ്തുകൊണ്ട് ഉക്കോടുകൂടി അവര് ഏറ്റുമുട്ടി. ഇരുവരും സർവാംഗം അമ്പേറ്റുമുറിഞ്ഞും എമ്പാടും ചോര ചാടിയും കൂടെ കിതച്ചുകൊണ്ട് ഉഗ്രമായിട്ട് പോരാടി. രണനിപുണന്മാരും മഹാത്മാക്കളുമായ ആ വീരന്മാര് കൂർത്ത കണകൾ കൊണ്ട് ഒട്ടേറെ നേരം അന്യോന്യം മുറിവേൽപ്പിച്ചു. ഭീമപരാക്രമികളായ അവർ സ്വയം വിജയത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. ശരക്കൂട്ടം കൊണ്ട് മൂടപ്പെട്ടു. ധ്വജ കവചങ്ങള് പൊട്ടിത്തകർന്നു. അരുവികൾ ജലത്തി എന്ന പോലെ അവർ ചുടുചോര ഒഴുക്കി. വാനില് 2 കരിങ്കാർമേഘങ്ങൾ മാരി ചൊരിയും പോലെ കൊടിയ ശബ്ദത്തോടെ ഘോരമായ ശരവർഷം ചൊരിഞ്ഞുകൊണ്ട് പടവെട്ടുന്നവർക്ക് കാലമേറെ കഴിഞ്ഞുപോയി. എങ്കിലും അവർക്ക് പോരിൽ വൈക്ലഭ്യമോ വൈമുഖ്യമോ തോന്നിയില്ല.
അസ്ത്രജ്ഞാനികളിൽ ശ്രേഷ്ഠന്മാരായ അവർ വീണ്ടും വീണ്ടും അസ്ത്രസാമർഥ്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നാനാതരം ശരങ്ങളെ വാനിൽ വെച്ച് തന്നെ ബന്ധിച്ചു. ആ നരരാക്ഷസന്മാർ ഇരുവരും നിഷ്ഫലമാകാതെ അനായാസം പലവിധത്തിൽ സമർത്ഥമായ അസ്ത്രങ്ങളയച്ചു ഘോരമായ യുദ്ധത്തെ നടത്തി. അവരുടെ കൈവേഗത്തിന്റെ ശബ്ദം വെവ്വേറെ ഭയങ്കരമായിട്ട് കേൾക്കപ്പെട്ടു. കൊടിയ ഇടിനാദം പോലെ അത് ആളുകളെ നടുക്കി. സമരാസക്തരായ അവരുടെ ശരങ്ങളുടെ ശബ്ദം വാനിൽ രണ്ട് ഘോരമായ കാർമേഘങ്ങളുടെ ഇടിമുഴക്കം പോലെ മുഴങ്ങി. കരുത്തന്മാരും കീർത്തിമാന്മാരും വിജയിച്ചുക്കളുമായി അവര് പൊൻപിടിയുള്ള നാരാജാസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ് ചോര വാർത്തു. പോരിൽ പൊൻപിടിയുള്ള അമ്പുകള് ഇരുവരുടെയും ശരീരങ്ങളിൽ നിന്ന് ചോര പുരണ്ട് താഴെ വീണ് ഊഴിയിലേക്ക് ആഴ്ന്നുപോയി. അവരുടെ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ആകാശത്തിൽ വെച്ച് മൂർച്ചയുള്ള ആയുധങ്ങളോട് ഏറ്റുമുട്ടി. ചിലവ ഒടിച്ചു, ചിലവ മുറിച്ചു. ആ രണം അതിഘോരമായിട്ടങ്ങനെ മാറി. അവരുടെ ശരനിര യാഗത്തിൽ കത്തിജ്വലിക്കുന്ന തീയിൽ ദർഭ പുൽക്കൂട്ടം പോലെയായിട്ട് തീർന്നു. ആ മഹാത്മാക്കളുടെ മുറിവേറ്റ ശരീരങ്ങൾ കാട്ടില് പൂത്തുലഞ്ഞ് ഇല കൊഴിഞ്ഞു നിൽക്കുന്ന മുരുക്കും ഇലവും പോലെ ശോഭിച്ചു. പരസ്പരം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രജിത്തും ലക്ഷ്മണനും പേർത്തും തുമുലവും ഘോരവുമായിട്ട് ഏറ്റുമുട്ടി. പോരിൽ ലക്ഷ്മണൻ രാവണിയെയും രാവണ ലക്ഷ്മണനെയും പരസ്പരം പ്രഹരിച്ചു. ഇരുവരും തളർന്നതുമില്ല. വീര്യശാലികളും ഊർജിതന്മാരുമായ അവര് രണ്ടുപേരും ശരീരത്തിൽ തറച്ചിരുന്ന ശരനിരകളാൽ വൃക്ഷങ്ങൾ വളർന്ന പർവ്വതങ്ങൾ പോലെ വിളങ്ങി. അവരുടെ ശരീരങ്ങൾ മുഴുവൻ ശരങ്ങൾ കൊണ്ട് മൂടിയും ചെഞ്ചോര വാർന്നും കത്തുന്ന തീ പോലെ തിളങ്ങി. പോരാടുന്നവർക്ക് പല നാളുകൾ കഴിഞ്ഞുപോയി. എങ്കിലും പോരിൽ വൈമുഖ്യമോ വൈക്ലഭ്യമോ അവർക്ക് തോന്നിയില്ല. പോരിൽ പരാജയം വരാത്ത ലക്ഷ്മണന്റെ ആ പോർത്തളർച്ച തീർക്കാനായിട്ട് പോർക്കളത്തിൽ നിന്ന് പ്രിയഹിതങ്ങൾ ചെയ്തുകൊണ്ട് ബലിഷ്ഠനായിരിക്കുന്ന വിഭീഷണൻ നിലകൊണ്ടു. ഇപ്രകാരത്തില് അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ നടത്തുന്നതാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.